കൊച്ചിയിൽ അറബിക്കടലിൽ മുങ്ങിത്താണ ലൈബീരിയൻ ചരക്ക് കപ്പൽ സ്വയം മുങ്ങിയതല്ലെന്നും കപ്പലിനെ മുക്കിയതാകാമെന്നും ആരോപണം. കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ചാൾസ് ജോർജാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപകടത്തെ സംബന്ധിച്ചുള്ള ദുരൂഹത ഇനിയും മാറിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. MSC കമ്പനിയുടെ എൽ3 എന്ന കപ്പലാണ് കൊച്ചിയിൽ ദിവസങ്ങൾക്ക് മുൻപ് മുങ്ങിയത്. ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ 400 കോടി രൂപയെങ്കിലും ചെലവ് വരും. മുങ്ങിയ കപ്പലിന് 28 വർഷം പഴക്കമുണ്ട്. കാലാവധി കഴിഞ്ഞ് 3 വർഷം പിന്നിട്ട ഒരു കപ്പലാണ് ഇത് എന്നും ജപ്പാനിൽ 15 വർഷമാണ് ഒരു കപ്പലിന്റെ കാലപരിധി. ഈ കപ്പൽ ഡ്രൈ ഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച മുതൽ പുതിയ ഒരു കപ്പൽ കൊണ്ടുവരുവാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതുമാണ്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത് എന്നാണ് ആരോപണങ്ങൾ. കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക ലഭിക്കും. കപ്പലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ചില സംശയങ്ങളുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. 26 ഡിഗ്രി മാത്രം ചെരിഞ്ഞ ഒരു കപ്പൽ 12 മണിക്കൂറിനകം മുങ്ങിയതും പരിശോധിക്കണം. സാധാരണ കപ്പലുകൾ 15 മീറ്റർ വരെ തിരയുയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പ്രവർത്തിക്കാവുന്ന തരത്തിലാണ് നിർമ്മിക്കുക. 623 കണ്ടെയ്നറുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. കയറ്റുമ്പോൾ തന്നെ ഇത് സംബന്ധമായ ബില്ലുകളും നൽകേണ്ടതുണ്ട്. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് മെർക്കന്റൈൽ മറൈൻ വകുപ്പ് ഫിറ്റ്നസ് ഉൾപ്പെടെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണെന്നും അതുണ്ടായിട്ടില്ല എന്നും ചാൾസ് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൗൺസൺ വിഷൻ. അമ്മച്ചി വിശക്കുന്നു. നീ കുഞ്ഞിന് എന്തെങ്കിലും എടുത്തു കൊടുത്തേ. എടാ ജോർജൂട്ടിയെ, നിനക്ക് അവള് വായിക്ക് രുചിയാവണം എല്ലാം വെച്ചുണ്ടാക്കി തരുവോടാ? അതെല്ലാം പറഞ്ഞില്ലാടി, എല്ലാം വെച്ചു കൊടുക്കും. പക്ഷേ അമേരിക്കൻ സ്റ്റൈലായിരിക്കുന്നേ ഉള്ളൂ. അമ്മച്ചി, ഇന്നത്തെ പാചകം എന്റെ വകയാ. കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറയണേ കൊള്ളാമോ ഇല്ലെന്ന്. കൊള്ളാമല്ലോടുള്ളതിന്റെ കൈപുണ്യം. ഇത് എന്റെ കൈപുണ്യം മാത്രമല്ല, ന്യൂഡയുടെ രുചിക്കൂട്ട. അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ന്യൂഡേ. എടാ ജോർജൂട്ടി, നമ്മുടെ നാട്ടിൽ കിട്ടോടാ ഈ ന്യൂഡയുടെ ഐറ്റംസ് ഒക്കെ? അമേരിക്കയിൽ മാത്രമല്ല കേരളത്തിലും കിട്ടും. Experience the true essence of Indian spices and herbs with New Day spices, where every day is a new day for taste.